മുട്ടമുട്ടായി, കോഴിമുട്ടായി, നാടൻ കോഴിമുട്ടായി, മുട്ടമുട്ടായി, മുട്ടായി, മുട്ടായി, കോഴിമുട്ടായി, കോഴിമുട്ടായി, നാടൻ കോഴിമുട്ടായി. രോഗി കോഴിയല്ല പറന്നു മുട്ടയിരുന്നു. വല്ലതും പറ്റിയോ? പിന്നെ പറ്റാതെ 1,500 രൂപയുടെ മുട്ടയല്ലേ പൊട്ടിയത്? അതല്ല, ദേഹത്ത് വല്ലതും പറ്റിയോ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. ആക്സിഡന്റ്. ഒരാള് ആക്സിഡന്റ് പെട്ട് മരിക്കാൻ പോകുമ്പോ അയാൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ചർച്ച നടത്താൻ വേണ്ടത്. വരൂ വരൂ. എവിടേക്ക്? ആശുപത്രിയിലേക്ക്. അതിന് മാത്രമൊന്നുമില്ല. അത് നിങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. നടക്കാനാ പറഞ്ഞത്. വിട്. നിങ്ങൾ ആരാ? ജീപ്പ് ജീപ്പ്. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന്. കുഴപ്പമില്ല. ഞാൻ ഈ ആക്സിഡന്റ് ഉണ്ടായാലും എല്ലാവരും രക്ഷിക്കുന്നതാ. ഞാൻ ശങ്കരമംഗലം ആശുപത്രിയിലോട്ട് പോട്ടെ. എന്തിനാ സാർ ഇതൊക്കെ? നിങ്ങൾ അധികം സംസാരിക്കരുത്. ഇതൊക്കെ എന്തിനാണെന്ന് എല്ലാ പരിശോധനയും കഴിയുമ്പോ മനസ്സിലാവും. സിസ്റ്റർ, രക്തം, കഫം, മലം, മൂത്രം എല്ലാം വിശദമായി പരിശോധിക്കണം. എക്സ്റേ തലയുടെ, നെഞ്ചിന്റെ, പിന്നെ എല്ലാ സന്ധി ബന്ധങ്ങളുടെ ഓരോന്നിരിക്കട്ടെ. എല്ലാം എടുത്തല്ലോ? എടുത്തു സാർ. ഇതിലും ഭേദം ആക്സിഡന്റ് ഞാനങ്ങ് ചത്തു പോകുന്നതായിരുന്നു. അതിന് ഇനിയും സമയമുണ്ടല്ലോ. എല്ലാ പരിശോധനയും ചേർത്ത് ബില്ല് എന്ത് വരും? 1500 വരും സാർ. വെരി ഗുഡ്. എങ്കിലും നേരെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്ക്. എക്സ്റേ, പരിശോധന റിപ്പോർട്ട് എല്ലാം കാണിക്കണം. ഓപ്പറേഷൻ വേണ്ടി വന്നാൽ അത് ഉടൻ ചെയ്യാൻ ഏർപ്പാട് ചെയ്തേക്കും. ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. എന്റെ ഭഗവാനെ. ശ്വാസം വലിച്ചു വിട്ടെ. എന്താണ് സിസ്റ്റർ ഇത്? ദേഹത്തൊരു പോറൽ പോലും ഇല്ലാത്ത ഇയാളെ പിടിച്ചോണ്ട് പോയി ഈ ടെസ്റ്റുകളൊക്കെ എടുപ്പിച്ച് എന്തിനാ? ഇപ്പഴെങ്ങനെ ഇരിക്കുന്നു? എനിക്കൊരു കുഴപ്പമില്ല എന്ന് 100 വട്ടം പറഞ്ഞതല്ലേ. രോഗിയെ ആദ്യം കൊണ്ടുവരേണ്ടത് എന്റെ അടുത്തല്ലേ? അതിനു മുമ്പ് ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ ആരാ പറഞ്ഞ്? പറയൂ. രോഗിയെ കൊണ്ടുവന്നത് മഹാദേവൻ സാറാണ്. പുള്ളിക്കാരൻ തന്നെ ടെസ്റ്റുകൾ എടുക്കാൻ പറഞ്ഞതും. ഈ മഹാദേവനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുക സാർ. ഒരു പ്രശ്നവും ഇല്ലാത്ത എന്നെ പിടിച്ചു വലിച്ച് ജീപ്പി കയറ്റി ഒരു വരവായിരുന്നു. അത് ശരി. ഈ പറഞ്ഞ മഹാദേവനാണ് ഈ ആശുപത്രിയുടെ ഉടമസ്ഥൻ. മനസ്സിലായോ? മനസ്സിലായി. എന്റെ കാശ് പിടുങ്ങാനുള്ള സൂത്രപ്പണിയായിരുന്നു ഇതൊക്കെ. മഹാദേവൻ സാറ് ചെയ്ത ഒരു വലിയ കാര്യ. 5 മിനിറ്റ് വൈകിരുന്നെങ്കിൽ ആ മുട്ടക്കാരൻ തട്ടിപ്പോയനെ. എനിക്ക് തോന്നി ഓപ്പറേഷൻ ചെയ്തേക്കാം അല്ലേ? സാറിന്റെ അഭിപ്രായം പറഞ്ഞോളൂ. എന്ത് വേണേ ചെയ്യാം. കാലും കൈയും തലയും എല്ലാം ഓപ്പറേറ്റ് ചെയ്യാം. എന്താ? അതൊക്കെ ഡോക്ടറുടെ ഇഷ്ടം. എന്തായാലും അയാളെ ഒരു 2-3 മാസം ഇവിടെ കിടത്താനുള്ള ഒരു വകുപ്പുണ്ടാക്കിയാൽ വളരെ നല്ലത്. അമ്മാവൻ തമ്പി സാറ് സ്ഥലത്തെത്തിയോ? എത്തിയല്ലോ. എന്താ? അല്ല, രണ്ടുപേരോടും ചേർത്ത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഞാനത് അമ്മാവനെ അറിയിച്ച പോരെ? അങ്ങനെയാലും മതി. മറ്റൊന്നുമല്ല, ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ആശുപത്രി നടത്തുന്നതിന് നല്ലത് കട്ടപ്പാര എടുത്തുകൊണ്ട് രാത്രിയിൽ ഇറങ്ങുന്നതാ കക്കാൻ. എന്നെ ഇത്രയും നേരം മെനക്കെടുത്തിയാന് 2 എണ്ണം പൊട്ടിച്ചേരണ്ട. ആശുപത്രി ഉടമസ്ഥൻ രോഗികളെ പിടിക്കാൻ നടക്കുക. കൊള്ളാം. ഇക്കാര്യം നിങ്ങളോട് ആര് പറഞ്ഞു? ആരെങ്കിലും ആവട്ടെ. ഇതായത് വെച്ചോളൂ. എന്താ ഇത്? ഇല്ല, എല്ലാം കൂടെ ചേർത്ത് 1600 രൂപ വരും. സാറേ, എനിക്കൊരു 100 രൂപ ജീപ്പിന്റെ കാശ്. അതും ഞാൻ കൊടുക്കണം? പിന്നെ ആരും ഞാൻ കൊടുക്കണം? അല്ല, ഒരു സംശയം ചോദിച്ചതേ ഉള്ളൂ.